തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിർണായക ഘടകമായ ഒരാൾ നമ്മോടൊപ്പം ചേരുകയാണ്. തിരുവനന്തപുരം പൗണ്ട് കടവ് വാർഡിലെ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച സുധീഷ് കുമാർ. ആദ്യഘട്ടത്തിൽ പറഞ്ഞത് തൽക്കാലം ആരെയും പിന്തുണയ്ക്കുന്നില്ല എന്നായിരുന്നു. അതേ നിലപാടിൽ തന്നെ ആവർത്തിച്ച് നിൽക്കുകയാണ് ഇപ്പോഴും. തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം അത് തന്നെയാണ്. ആ തീരുമാനത്തിൽ തന്നെയാണ് ഇന്നത്തെ വോട്ടെടുപ്പിലും ഞങ്ങൾ ചിന്തിച്ചിരിക്കുന്നതും പ്രവർത്തിക്കാനുള്ളത്. വിട്ടു നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു പ്രത്യക്ഷത്തിൽ ഒരു കക്ഷിയെയും പിന്തുണയ്ക്കുന്നില്ല. ഇല്ല, നിലവിൽ ഇനിയിപ്പോൾ അങ്ങനെ ഒരു തീരുമാനം തന്നെ. അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് ആരുമായിട്ടും ഐത്യവും ഇല്ല. ആരിപ്പോൾ ഇന്നത്തെ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ആർക്കും പിന്തുണ കൊടുക്കണ്ട എന്നുള്ളതാണ്. മേയർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഘടകമല്ലേ? അപ്പോൾ അതിനെ എങ്ങനെയായിരിക്കും, ആർക്കാണെന്നും ചോദിക്കുന്നില്ല, അതിനെ എങ്ങനെയായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് എത്തുക? ഇപ്പോൾ ഭൂരിപക്ഷമുള്ളവർ ഭരിക്കട്ടെ എന്നുള്ളതാണ്. കാര്യം ഇപ്പോൾ 50 സീറ്റ് ഇപ്പോൾ NDA ക്കുണ്ട്, 19 സീറ്റ് LDF UDF-നുണ്ട്, LDF-ന് 29 അല്ലേ? അപ്പോൾ ഭൂരിപക്ഷമുള്ള NDA മേയർ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കും എന്നാണോ? അങ്ങനെയില്ല, ഞാൻ അത് പറഞ്ഞില്ല. ആർക്കും പിന്തുണയില്ല. ഇപ്പോൾ ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നത് ആർക്കും തൽക്കാലം സ്വതന്ത്ര നിലപാടെടുത്ത് മുന്നോട്ട് പോവുക, ആ സ്വതന്ത്ര നിലപാടിൽ നിൽക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾക്ക് പിന്തുണ നൽകാൻ ഇപ്പോൾ ആർക്കും തീരുമാനമെടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ മേയർ തെരഞ്ഞെടുപ്പിൽ ആരെ പിന്തുണയ്ക്കും എന്നത് സംബന്ധിച്ചൊരു തീരുമാനമായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഒരു തീരുമാനമായിട്ടില്ല. എല്ലാം ഒറ്റ ഇതാണല്ലോ. ഇനിയിപ്പോൾ മേയറിനും ഡെപ്യൂട്ടി മേയറിനും അല്ലെങ്കിൽ വേറെ ആർക്കും അങ്ങനെ ഒരു പ്രത്യേക നിലപാടില്ല. അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ ഇന്നലത്തെ ബൈറ്റിലേക്ക് കണ്ടപ്പോഴത്തേക്കും, ഓരോരുത്തരുടെ ബൈറ്റ് കണ്ടപ്പോഴത്തേക്കും എന്നാലും NDA ക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നുള്ളത് എനിക്കും അറിയാം, ബാക്കി മത്സരിക്കുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഭൂരിപക്ഷമുള്ളവർ മേയറാവും, അത് തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ വിഷയമായിട്ട് ഇപ്പോൾ കാണുന്നില്ല. നിഷ്പക്ഷമായി നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. മേയർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നില്ല, തൽക്കാലം വിട്ടു നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. മേയർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നില്ല? ഇല്ല, ചെയ്യുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന മറ്റൊരു സ്വതന്ത്രൻ പാറ്റൂർ രാധാകൃഷ്ണൻ, അദ്ദേഹം ഇപ്പോൾ NDA ക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഇതോടുകൂടി തന്നെ അവർക്ക് കേവല ഭൂരിപക്ഷമായി കാണും. അതാണല്ലോ ഇപ്പോൾ അവർക്ക് ആവശ്യം. ഇതാണ് നേരത്തെ പറഞ്ഞതുപോലെ, ഈ പ്രധാന കക്ഷികളാവേണ്ടി വരുന്നതിൻ്റെ സാഹചര്യം ഇത് തന്നെയാണ്. NDA ക്ക് ഒരു 51 എന്നുള്ളൊരു സീറ്റ് തികയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അതിപ്പോൾ ഇന്നലെ ഞാൻ രാത്രി കണ്ടായിരുന്നു, രാധാകൃഷ്ണൻ ചേട്ടൻ ഒരു നിലപാട് പറഞ്ഞു. പുള്ളിയുടെ അവിടെ നിന്ന് എടുത്ത തീരുമാനമായിരിക്കും. അപ്പോൾ ഇനിയിപ്പം നമ്മളെ വെറുതെ വിട്ട് പോകാമല്ലോ. നമുക്ക് ഞങ്ങളുടേതായിട്ടുള്ള നിലപാടുണ്ട്. ആ നിലപാടിൽ ഉറച്ചു നിന്നാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പോകുന്നത്. മുന്നണികൾ ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ പിന്തുണ തേടി? സ്വാഭാവികം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. കാര്യം ഞങ്ങൾക്ക് കള്ളം പറയേണ്ട കാര്യം, ഞങ്ങളുടെ ഈ സാഹചര്യത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിരുന്നാലും പിന്തുണ തേടും. ഡയറക്റ്റായിട്ടല്ല, ഇൻഡയറക്റ്റായിട്ടൊക്കെ പല രീതിയിൽ ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരുമിച്ച് നിൽക്കണമെന്നുള്ള ഒരു രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കമ്മിറ്റിക്കകത്താണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ആവശ്യങ്ങൾ പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞ രീതിയിൽ അനുസരിച്ച് അവരിപ്പോൾ തൽക്കാലം ഒരു രാഷ്ട്രീയ കക്ഷികൾക്കോ ഒരു സംഘടനയ്ക്കോ ഒന്നും പിന്തുണ വേണ്ട കൊടുക്കണ്ട എന്നുള്ള നിലപാട് തന്നെയാണ്. കോൺഗ്രസുമായിട്ടുള്ള ചില അഭിപ്രായ ഭിന്നതകൾ കൊണ്ടാണല്ലോ ഇവിടെ സ്വതന്ത്രനായി മത്സരിക്കേണ്ടി വന്നത്. ഇവിടെ വാർഡിൽ UDF-ന്റെ ലീഗ് സ്ഥാനാർത്ഥി 4ാം സ്ഥാനത്തേക്ക് പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പിന്നീട് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലേക്കുള്ള ചർച്ചയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായമോ എന്തെങ്കിലും അറിയിച്ചിരുന്നോ അവർ? ഇല്ല, ഡയറക്റ്റായിട്ട് എന്നെ 1-2 പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ആ ചില സാഹചര്യങ്ങളിൽ ഫോൺ എടുക്കാൻ പറ്റിയിട്ടില്ല. തൽക്കാലം ഇപ്പം ഞങ്ങളുടെ മാനസികാവസ്ഥ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു മാനസികാവസ്ഥയിലുള്ള നിൽക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ അതുകൊണ്ട് ബന്ധപ്പെട്ട ആൾക്കാർ അതിനുള്ള കൃത്യമായ മറുപടി അവർ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ എങ്ങനെയാണോ ഞങ്ങൾ വന്നിരിക്കുന്നത് ആ നിലപാടനുസരിച്ച് ഭാവിയിൽ ഇനി രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഏതൊക്കെ രീതിയിലോട്ടോ വരുന്നത് ആ സമയത്ത് ആലോചിച്ച് കൈകാര്യം ചെയ്യാമെന്നുള്ളത് തന്നെയാണ്. നിലവിൽ കോർപ്പറേഷനിലേക്ക് പോകുന്നുണ്ട്, പക്ഷേ വോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ പോവുക. കാര്യം നമ്മളിവിടെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും അതെല്ലാം മനസ്സിലാക്കേണ്ടതും എല്ലാം ചെയ്യേണ്ട കാര്യം ഉത്തരവാദിത്വം നമുക്കുണ്ട്. പക്ഷേ ഞങ്ങളുടെ തീരുമാനപ്രകാരമാണ് ഇന്ന് വിട്ടു നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഓൾ ദ ബെസ്റ്റ്, ഉഷാറാകട്ടെ. അപ്പോൾ ഈ കോർപ്പറേഷനിലേക്ക് പോകുന്നുണ്ട് എങ്കിലും ഇന്ന് നടക്കുന്ന മേയർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നില്ല എന്നതാണ് സുധീഷ് കുമാറിൻ്റെ ഒരു നിലപാട്. വീഡിയോ ജേർണലിസ്റ്റ് റീജുവിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.